ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് ഇന്ന് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഇന്നലെ പഠിച്ചായിരുന്നോ? ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക്സൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നെക്സ്റ്റ് ടോപ്പിക്ക് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നും ഒരു കാര്യം വിട്ടുപോയി. അതായത് നമ്മുടെ ഫ്ലവേഴ്സിൽ മൾട്ടിപ്പിൾ ഓവറീസ് ഉള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് ഒരു സിംഗിൾ ഫ്ലവറിൽ മൾട്ടിപ്പിൾ ഓവറീസ് ഉള്ള ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഓവറി എന്താണ്, ഒവ്യൂൾ എന്താണ്, സ്റ്റൈൽ എന്താണ്, സ്റ്റിഗ്മ എന്താണ്, ഫിലമെൻ്റ്, ആന്തർ, സ്റ്റാമൻ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ ഏതാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ചെമ്പക് ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്പക്, നമ്മുടെ ചെമ്പകം, അതുപോലെ തന്നെ ലോട്ടസ്, പിന്നെ കസ്റ്റാർഡ് ആപ്പിൾ, പുളിയാൽത്തിയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, നിങ്ങളൊരു 2 എക്സാമ്പിൾസ്, എളുപ്പമുള്ള 2 എക്സാമ്പിൾസ് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ നിങ്ങളോടിപ്പോൾ 1 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കും. അതായത് ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലവർ ഹാവിങ് മൾട്ടിപ്പിൾ ഓവറീസ് ഇൻ എ സിംഗിൾ ഫ്ലവർ എന്ന് ചോദിച്ചാൽ 2 എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള 2 എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾ ലോട്ടസ് എല്ലാവരും ഓർത്തിരിക്കുന്ന എക്സാമ്പിളായാലോ, അതുപോലെ തന്നെ ചെമ്പകം. ഓക്കെ, അപ്പോൾ ആ 2 എക്സാമ്പിളും ഓർത്തിരിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് 2ഉം പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇന്ന് പുതിയ ടോപ്പിക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സോറി കേട്ടോ, ഇവിടെ നോക്കിക്കേ, നല്ല 2 ഫ്ലവേഴ്സ് ഉണ്ടല്ലേ. നിങ്ങൾ ഈ ഫ്ലവർ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഫ്ലവർ എന്താ? നമ്മുടെ വെണ്ടയ്ക്കയുടെ ഫ്ലവർ അല്ലേ, ലേഡീസ് ഫിംഗർ ഫ്ലവർ. രണ്ടാമത്തെയോ പംകിൻ്റെ ഫ്ലവർ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഈ ലേഡീസ് ഫിംഗറിൻ്റെ ഫ്ലവറിനും അതുപോലെ തന്നെ ഈ പംകിൻ്റെ ഫ്ലവറിനും ഒരു പ്രത്യേകതയുണ്ട്. 2 പേർക്കും ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ലേഡീസ് ഫിംഗറിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം. ആൻഡ്രോയിഷ്യം എന്ന് പറയുന്നത് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും. ഗൈനോയിഷ്യം എന്ന് പറയുന്നത് എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഒരേ ഫ്ലവറിൽ ഈ ആൻഡ്രോയിഷ്യം, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ചില ഫ്ലവേഴ്സിൽ ഒന്നുമില്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ എന്താ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമേ കാണുകയുള്ളൂ. രണ്ടും ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതായത് 2 ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫ്ലവറാണ് നമ്മുടെ ലേഡീസ് ഫിംഗർ ഫ്ലവർ. എന്നാൽ പംകിൻ ഫ്ലവറിലോ ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം ഒരേ ഫ്ലവറിൽ കാണപ്പെടില്ല. മനസ്സിലായോ? അപ്പോൾ സിംഗിൾ ഫ്ലവറിൽ ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ലേഡീസ് ഫിംഗർ ആയിരിക്കും. അതായത് ലേഡീസ് ഫിംഗർ ഒരു എക്സാമ്പിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ലേഡീസ് ഫിംഗർ, ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ആർ ഫൗണ്ട് ഇൻ ദി സെയിം ഫ്ലവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പംകിൻ്റെ എന്താണ്? അപ്പം നമ്മുടെ പംകിനിലെ നമ്മുടെ ആൻഡ്രോയിഷ്യവും ആൻഡ് ഗൈനോഷ്യം ആർ found in different flowers. ഓക്കെ, അപ്പോൾ പംകിനിൽ എന്താണ്? ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സെയിം ഫ്ലവറിലല്ല. ഇങ്ങനെ പറഞ്ഞാലും മതി. ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ആർ നോട്ട് ഫൗണ്ട് ഇൻ ദി സെയിം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ആൻഡ്രോയിഷ്യം, നമ്മുടെ ജിംനോയിഷ്യം എന്താണ്? സെയിം ഫ്ലവറിൽ കാണുന്ന എക്സാമ്പിളും ഡിഫറെൻറ്റ് ഫ്ലവറിൽ കാണുന്ന എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓവറീസ് കണ്ടെയ്ൻ ചെയ്യുന്ന സിംഗിൾ ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിളും പഠിച്ചു വയ്ക്കാം.
ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. എന്താ പിള്ളേരെ ഈ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന? യൂണി എന്ന് പറയുന്നത് എന്താ? 1. ബൈസെക്ഷൽ എന്ന് പറയുന്നത് എന്താ? 2. അപ്പോൾ നോക്കിക്കേ, യൂണിസെക്ഷൽ ഫ്ലവർ യൂണി 1, ഒന്നുമില്ലെങ്കിൽ ആ ഫ്ലവറിൽ ആൻഡ്രോഷ്യം കാണും, അല്ലെങ്കിൽ ആ ഫ്ലവറിൽ എന്ത് കാണും? ജിനോഷ്യം കാണും. ഓക്കെ, ബൈസെക്ഷൽ 2 കാണും. അതായത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിലോ ആൻഡ്രോഷ്യവും കാണും, ജിനോഷ്യവും കാണും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫ്ലവേഴ്സ് വിച്ച് പൊസസ് either androecium or gynnoecium are unisexual flowers. Bisexual flowers have both androecium and gynnoecium in the same flower. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് കണ്ടെയ്ൻ ഐദർ, ഒന്നുമില്ലെങ്കിൽ ഐദർ ആൻഡ്രോഷ്യം ഓർ ജിംനോഷ്യം. ഇനി ബൈസെക്ഷൽ ഫ്ലവേഴ്സ് കണ്ടെയ്ൻസ് ബോത്ത് ആൻഡ്രോഷ്യം ആൻഡ് ജിംനോഷ്യം ഇൻ ദി സെയിം ഫ്ലവർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് രണ്ടും പഠിച്ചുവല്ലോ. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്താണെന്നും ബൈസെക്ഷൽ ഫ്ലവർ എന്താണെന്നും പഠിച്ചു വയ്ക്കുക. പിന്നെ എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ ഒരു ടോപ്പിക്കും കൂടി നോക്കാമല്ലോ. എല്ലാവരും മടുത്തു പോയോ? നമുക്ക് നോക്കിയിട്ട് നിർത്താം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവറും അതുപോലെ തന്നെ ബൈസെക്ഷൽ ഫ്ലവറും നമ്മൾ പഠിച്ചു. നമുക്ക് അതിന് എക്സാമ്പിൾ എന്തായാലും പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ ഒരു 2 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇവിടെ നമ്മുടെ പേജ് നമ്പർ 67 നമ്മളോട് ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവറിന് എക്സാമ്പിളാണ് ബിറ്റർ ഗാർഡ്, നമ്മുടെ പാവയ്ക്കയുടെ പൂവില്ലേ, അതുപോലെ വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ പംകിൻ്റെ, നമ്മളിപ്പോൾ പഠിച്ചത് നമ്മുടെ പംകിൻ്റെ ഫ്ലവർ, പിന്നെ ഒരു ഫ്ലവറാണ് നമ്മുടെ പപ്പായ. എല്ലാവർക്കും ഇഷ്ടമാണോ പപ്പായ? നമ്മുടെ പപ്പായാസ് ഫ്ലവർ ഓക്കെ ആണോ? ഇനി ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, നമ്മുടെ ഷൂ ഫ്ലവർ. എന്താ ഷൂ ഫ്ലവർ? ചെമ്പരത്തിയാലേ. പിന്നെ ബൈസെക്ഷൽ ഫ്ലവർ എന്തോന്ന് പറഞ്ഞേ? നമ്മളിപ്പോൾ പറഞ്ഞതാലോ. എസ്, ലേഡീസ് ഫിംഗർ ഫ്ലവർ. ഓക്കെ ആണോ? ഇനി വേറൊരു എക്സാമ്പിളാണ് എല്ലാവരും കണ്ടേക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്ലവർ, നമ്മുടെ റോസ് ഫ്ലവറിലും എന്താണ് ഈ പറയുന്ന പോലെ ബൈസെക്ഷൽ ഫ്ലവറിന് എക്സാമ്പിളാട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട അവസാനത്തെ ടോപ്പിക്കാട്ടോ. ഇത് കഴിയുമ്പോൾ നമുക്ക് തീരും. ഓക്കെ, നമുക്ക് തീരും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം, പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടി ഉള്ളൂ, അതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാവേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡയോഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഡയോഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഡയോഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, if the male flowers and female flowers are found in different plants. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ യൂണിസെക്ഷൽ പ്ലാന്റ്സിനെ പറ്റി? ഓക്കെ, സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എന്ത്? അത്തരത്തിലുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരെന്താണ്? ഡയോഷ്യസ് പ്ലാന്റ്സ്. ഓക്കെ, മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും എന്താണ്? ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നതെങ്കിൽ ആ പ്ലാന്റ്സിന് പറയുന്ന പേരെന്താണ്? ഡയോഷ്യസ് പ്ലാന്റ്സ്. ഫ്ലവേഴ്സിന് പറയുന്ന പേരെന്താണ്? ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഇങ്ങനെ പറയാം, ഇഫ് മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എന്ത്? ഡയോഷ്യസ് പ്ലാന്റ്സ്. ഓക്കെ ആണോ? എല്ലാവരും പഠിച്ചോ? ഇനി നമ്മുടെ എക്സാമ്പിൾസ് ഓഫ് ഡയോഷ്യസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ പറഞ്ഞാൽ മതി. അതായത് പപ്പായ, പംകിൻ പ്ലാന്റ്. ഓക്കെ,
അങ്ങനെ പറഞ്ഞാൽ മതി. 2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. യൂണിസെക്ഷനിൽ പഠിച്ചാൽ ആ എക്സാമ്പിൾ തന്നെ എവിടെ എഴുതിയാൽ മതി? എവിടെ എഴുതിയാൽ മതി? ഡയോഷ്യസ് പ്ലാന്റിൽ എഴുതിയാൽ മതി. ഓക്കെ. ഇനി മൊണേഷ്യസ് പ്ലാന്റ്. അപ്പോൾ മൊണേഷ്യസ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിക്കേ. അതായത് മൊണേഷ്യസ് പ്ലാന്റ്സ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദി സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിൽ തന്നെ എന്തുണ്ട്? മെയിൽ ഫ്ലവേഴ്സും ഉണ്ട്, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട്. അതിൻ്റെ ആ പ്ലാന്റിന് പറയുന്ന പേരാണ് എന്ത്? മൊണേഷ്യസ് പ്ലാന്റ്സ്. മൊണേഷ്യസ്. ഓക്കെ. മൊണേഷ്യസ് പ്ലാന്റ്സ്. ആ ഫ്ലവേഴ്സിന് പറയുന്ന പേരെന്താണ്? ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ. ഡയോഷ്യസ് പ്ലാന്റ്സിൻ്റെ ഫ്ലവറിന് പറയുന്ന പേരെന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മൾ പഠിച്ച എക്സാമ്പിൾ പറയാം. അതായത് ഈ പറയുന്ന പോലെ എന്താണ്? ഷൂ ഫ്ലവർ, റോസ്, ലേഡീസ് ഫിംഗർ, അതൊക്കെ പറയാം. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആയാലും മതി കേട്ടോ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഒരു കുഞ്ഞ കാര്യം കൂടി പഠിച്ചാൽ നമുക്ക് നിർത്താം കേട്ടോ. ഇവിടെ നോക്കിക്കേ, പോളിനേഷൻ. ഈ പോളിനേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓവറിയിലുള്ള ഒവ്യൂളും ഫ്യൂസ് ചെയ്ത് ആണ് എന്ത്? അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ്, ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസിൽ എന്ത് കാണും? ഒരു മെയിൽ ഗാമറ്റ് കാണും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഓവറിയിലുള്ള ഒവ്യൂളിൽ എന്ത് കാണും? ഒരു ഫീമെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ എന്താണ്? എഗ്ഗ് കാണും. അപ്പോൾ ഇവർ രണ്ടുപേരും ഫ്യൂസ് ചെയ്താണ് എന്ത് വരുന്നത്? ഒരു പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തൈ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന ആ ഒരു അതായത് പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് ആ പോകുന്ന ആ ട്രാൻസ്ഫർ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ. ഓക്കെ ആണോ? അതായത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther to the stigma is എന്ത്? പോളിനേഷൻ. സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് എങ്ങടേക്ക് എത്തുന്നു? ഓവറിയിലേക്കും ഒവ്യൂളിലേക്കും എത്തി ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാവുന്നു? കുഞ്ഞ് പ്ലാന്റ് ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു എല്ലാവരും? അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. ഓക്കെ. എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതൊക്കെ എന്തായാലും പഠിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാനായിട്ട്. ഓക്കെ. അപ്പോൾ നാളെയും നമ്മൾ ക്ലാസ് ഇടും. ഓക്കെ. നാളെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ പഠിപ്പിച്ച അത്രയും നിങ്ങൾ നന്നായിട്ട് ഒന്നും കൂടി റിവിഷൻ ചെയ്യണം. ഓക്കെ. മൺഡേ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.